പ്രധാനമായിട്ടും നോട്ടീസ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ രണ്ട് കാലഘട്ടങ്ങളിലൂടെ, ഇപ്പം ഞാനും അഖിലയും ഒക്കെ രണ്ട് കാലഘട്ടങ്ങളിലൂടെ വന്നവരാണ്. നമ്മൾ 80s മുതലുള്ള പാട്ടുകളും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഏകദേശം 2000-ന് ശേഷമുള്ള 90s. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ ആ സംഗീതത്തിൻ്റെ പൊതുവായ ഒരു യാത്രയെ, ആ ഒരു സരണിയെ നമ്മളൊക്കെ എങ്ങനെ പറയാൻ പറ്റും? നമുക്കൊന്ന് നിർവചിക്കാനാണെങ്കിൽ അയ്യോ, ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണാൻ പറ്റും? മാറ്റത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ മാറ്റത്തിനനുസരിച്ച് നീങ്ങുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ 80s മുതലും അതിന് മുമ്പുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് പഠിച്ച് പാടുന്ന ആളുകളാണ്. പക്ഷെ പാടാൻ അവസരങ്ങൾ കിട്ടിയത് 2000-ന് ശേഷമാണ്. ഞാൻ 2006-ലാണ് പാടി തുടങ്ങുന്നത്. എന്ന് വെച്ച് പഴയ പാട്ടുകൾ കേട്ട് പഠിച്ച് പല വേദികളിലും പാടാറുണ്ട്. പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളും പാടുന്നുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാലത്തിനനുസരിച്ച് നീങ്ങാന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതികളാണ് കമ്പോസിങ്ങിന് തന്നെ. ഇപ്പം ജയേന്ദ്ര സാറിന്റെ രീതി ഒന്ന് വേറെ ആയിരുന്നു, ജോൺസൺ മാഷിന്റെ രീതി ഒന്ന് വേറെയാണ്, രവീന്ദ്രൻ മാഷിന്റെ രീതി. ഇവരൊക്കെ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നാള് കമ്പോസ് ചെയ്തതാണ് സിഗ്നേച്ചർ എവിടെയോ അവരത് അവശേഷിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. ഇന്നത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ജേക്സ് ബിജോയ്, അതുപോലെ ദീപക് ദേവിന്റെ പാട്ടുകൾ. അദ്ദേഹത്തിന് ഒരു സിഗ്നേച്ചർ ഉണ്ട്, കേട്ട് കഴിഞ്ഞാൽ അറിയാം അത് ദീപക് ദേവിന്റെ മ്യൂസിക് ആണ് എന്ന്. അത് എം ജയചന്ദ്രൻ സാറിന്റെ ആണെങ്കിലും എല്ലാവർക്കും ഉണ്ട് അത്. പക്ഷെ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ അവർക്ക് അവസരങ്ങളും കിട്ടുന്നില്ല. പുതിയ പാട്ടുകാരുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ കഴിയുമ്പോൾ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് അഭിനയിക്കുന്നവരാണെങ്കിൽ പോലും. ഇപ്പം മെയിൽ ആക്ടേഴ്സ് പിന്നെയും നമ്മൾ എല്ലാ സിനിമകളിലും, ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിലും ടോവിനോ ആണെങ്കിലും അവർക്ക് കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും നല്ല ക്യാരക്ടേഴ്സ്, മെയിൻ ഡോമിനേഷൻ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നടിമാർ, പുതിയ നായികമാർ, അവർക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. അത് പാട്ടുകാരിലും അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നതായില്ല, നമ്മൾ ഈ പുതിയ സംഗീത സംവിധായകർ പലരും ഒരു സെലിബ്രേറ്റഡ് ആവാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നി ഈ പാട്ടുകളൊന്നും അധികം നിൽക്കുന്നില്ല എന്നൊരു, അങ്ങനെ എൻ്റെ ഒരു ചിന്തയാണ്. അതെനിക്ക് തോന്നി നിൽക്കാത്തതിന് കാരണം വേറൊന്നുമല്ല, പാട്ടുകൾക്ക് വലിയ പ്രാധാന്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ. അതുകൊണ്ടാവാം. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഒരു സിനിമയിൽ ഒരു 5-6 പാട്ടുകൾ, അതിലെല്ലാ പാട്ടും ഹിറ്റ് ആവുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. സിറ്റുവേഷന് വേണ്ടി പാട്ടുണ്ടെങ്കിലുണ്ട്, ഉണ്ടായാലായി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ സോങ് മാത്രമായിരിക്കും. അങ്ങനെയായി മാറി സിനിമയുടെ ഒരു അവസ്ഥ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായി അങ്ങനെ തോന്നുന്നു, ഗാനം അവസാനിക്കുന്നു. അങ്ങനെ എനിക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല, അല്ലാത്ത സിനിമകൾ ഉണ്ടാവും. പക്ഷെ പൊതുവെ ഇപ്പോ മലയാള സിനിമയിൽ അങ്ങനെ ഒരു സിനിമ ഇപ്പൊ ഇല്ലല്ലോ, സിനിമ വരുന്നില്ല. അത്തരത്തിൽ സംഗീതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇപ്പൊ നമുക്ക് അറിയാം മുതുകുളം രാഘവൻപിള്ളയുടെ ബാലൻ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ 24 പാട്ടുകളായിരുന്നു അതിനകത്തുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 24 പാട്ടുകൾ. ഒരു 5 മിനിറ്റ് വെച്ച് കണക്കാക്കിയാലും അത് ഏകദേശം പടം 3/4 ഭാഗത്തോളം പാട്ടിലൂടെയാണ് ആ കഥ നീങ്ങുന്നത്. അത്രയും 24 പാട്ടുകൾ എന്നൊക്കെ പറയാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പാട്ട് പല്ലവി അനുപല്ലവി ചരണം ഉണ്ടെങ്കിൽ പോലും പല്ലവി ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നു, കുറച്ച് ബാക്കി കാര്യങ്ങൾ ഡയലോഗ്സ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, അതിന്റെ ബാക്കി പിന്നീട് വരുന്നു. അങ്ങനെയാണ് ഇപ്പോ പാട്ട്. പണ്ട് ഓരോ പാട്ടിനും ഓരോ കഥയുടെ കൂടെ പാട്ട് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെയാണ്. ആ പാട്ട് കൊണ്ട് ഒരു കഥ പറയാനുണ്ടാവും. പുലരൈ പൂങ്കോടിയിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭരതൻ സാറിന്റെ അമരം എന്ന് പറയുന്ന സിനിമയിൽ വന്നിരിക്കുന്ന ആ പാട്ടിനകത്ത് ഒരു ലൈഫ് കാണിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ വളർച്ച വരെയുള്ള ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല രാഗങ്ങളും അതിനകത്ത് ഉപയോഗിച്ചു. എനിക്ക് അറിയില്ല, ഞാൻ കേട്ടുള്ള പരിചയം, വായിച്ചുള്ള പരിചയം മാത്രമാണ്. അതിനുവേണ്ടി തന്നെ എനിക്കത് പല രാഗങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ടിൽ തന്നെ, ആ ഒരൊറ്റ പാട്ടിൽ തന്നെ. അത് ഓരോ ഘട്ടങ്ങളായിട്ട് കാണിച്ചു പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതിപ്പം മാധു ആയി മാറുകയാണ് ആ ഒരു കുഞ്ഞ് ആ ഒരു പാട്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയിൽ ജീവിതത്തെ കാണിക്കാൻ ഒരു പാട്ടുകൾ വരുന്നില്ല, ജീവിതത്തെ അടയാളപ്പെടുത്താൻ പറ്റിയ പാട്ടുകൾ വരുന്നില്ല എന്നാണ് എനിക്ക്
പാട്ടുകാരെയും ബാധിച്ചിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സിനെയും അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത്രത്തോളം കഴിവുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരിക്കാം, പക്ഷെ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു കഥയോ സിനിമയോ ഉണ്ടാവുന്നില്ല. അതും പറയണമല്ലോ. പാട്ടുകൾ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് മ്യൂസിക് ഡയറക്ടറുടെ ഒരു കഴിവുകേടാണെന്ന് പറയാൻ പറ്റില്ല. അത്തരം സിനിമകൾ ഉണ്ടാവുന്നില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വലിയ ഫാൻ ഗേളാണ് ഒരു അല്ലേ? ഫാൻ ഗേൾ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ഏതൊരു മലയാളിയോടും പെട്ടെന്ന് ചോദിച്ചാൽ പറയുന്ന ആൻസർ ചിത്ര ചേച്ചി. പക്ഷേ ചിത്ര ചേച്ചി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ജാനകി അമ്മയും സുശീലാമ്മയും സുജാത ചേച്ചിയും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ചിത്ര ചേച്ചി എന്ന് മാത്രം പറയുന്നത് അത് ശരിയല്ല എന്നെനിക്ക് തോന്നി. കാരണം അത്രത്തോളം ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ ഒത്തിരി ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് ചിത്ര ചേച്ചിയുടെ സിംഗിങ്ങിലും ചിത്ര ചേച്ചിയുടെ ഒരു പെരുമാറ്റത്തിലും ഒരു എല്ലാം കൊണ്ടും നമുക്കത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിച്ച് പാടാൻ എനിക്ക് തോന്നുന്നത് ജാനകിയമ്മയുടെ പാട്ടുകൾ ഒരുപാടുണ്ട്. സുശീലാമ്മയുടെ പാട്ടുകൾ തന്നെ, അത് എല്ലാവരും പറയും ഒരു സ്കൂൾ തന്നെയാണ് സുശീലാമ്മയുടെ പാട്ടുകൾ എന്ന് പറയുന്നത്. പഴയ പാട്ടൊക്കെ പഠിക്കണം, അത് പാടണം എന്നൊന്നുമില്ല, നമ്മൾ അത് പാടാൻ പറ്റുന്ന വേദികൾ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവരുടെയൊക്കെ പാട്ടുകൾ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലൊരു അതെ, അങ്ങനെ എനിക്ക് തോന്നി. ഒരു ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനൊരു യാത്ര നടത്തിയ സമയത്താണ് പണ്ട് ഒരു ചാനലിൽ ജാനകിയമ്മ വന്നിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു തന്നു. ജാനകിയമ്മ ഒരു തെലുങ്കിൽ പാടിയ ഒരു പാട്ട്. അത് പിന്നെ അപ്പോഴും ജാനകിയമ്മയ്ക്ക് ആ പാട്ട് പാടാൻ പറ്റില്ല. കാര്യം ആ പാട്ട് അന്ന് പാടിയതാണ്. ആ ചിത്രം ഞാൻ ഓർക്കുന്നില്ല. തെലുങ്കിൽ ഇച്ചിരി പഴക്കമുള്ളൊരു പടമാണ്. അപ്പം അങ്ങനെ പാടിയ ആ പാട്ട് കേട്ടിട്ട് ഞാൻ അതിന് അടിക്കുറിപ്പ് എഴുതി. നമ്മൾ വലിയ ഗായികയാണെന്ന് ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് കേട്ട് നോക്കണം എന്ന് ഞാനൊരു അടിക്കുറിപ്പ് എഴുതിയിട്ട് ഞാൻ അത് ഷെയർ ചെയ്തു. സംഭവം വേറൊന്നുമല്ല, പല രാഗങ്ങളിലൂടെ സ്വരങ്ങളൊക്കെ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. തെലുങ്കിലുള്ളൊരു സോങ് ആണ്. ഞാൻ അതിന്റെ എവിടെയോ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായ രീതിയിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും വലിയ ലെജൻസ് ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അതും അന്ന് ലൈവായിട്ടായിരിക്കും പാടുന്നത്. ലൈവായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈസിയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു അക്ഷരം വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. രണ്ടാമത് ശരിയായില്ല എന്ന് തോന്നി അതുവരെ എടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അത്രത്തോളം ടെക്നോളജി മാറിക്കഴിഞ്ഞു. പണ്ടതല്ല. അതെ, ലൈവായിട്ട് തന്നെ പാടി എന്ന് പിന്നെ ജാനകിയമ്മ അതിൽ തന്നെ പറയാണ്, ഞാനിത് ലൈവായിട്ട് പാടിയതാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്ഭുതം. കാര്യം എന്നിട്ട് ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇത്രയും വലിയ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പറയുന്നത്. അപ്പോൾ ജാനകിയമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു സോങ് ഒരെണ്ണം പാടിക്കഴിഞ്ഞു. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവക വീഥിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഒരു പക്ഷെ ഇത്തരം പാട്ടുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സാഹിത്യത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും. നമ്മൾ പഴയ പാട്ടുകളെല്ലാം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് വളരെ മനോഹരമായി അതിനെ ലിറിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴും നന്നായി എഴുതുന്ന ഒരുപാട് പാട്ട് എഴുത്തുകാർ നമുക്കുണ്ട്. എടുത്തു പറയുന്നില്ല, എല്ലാവരും നല്ല എഴുത്തുകാർ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പഴയ പോലെ ഒരു അത്രത്തോളം അർത്ഥവത്തായ സാഹിത്യം വേണ്ടുന്ന സിനിമയുടെ പശ്ചാത്തലമല്ല. അതായിരിക്കാം മാറ്റങ്ങൾ. ഇവരോടൊരു നല്ല പാട്ട് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു പാട്ട്, നല്ല സാഹിത്യം, നല്ല നല്ല അർത്ഥവത്തായ വരികളുള്ള പാട്ട് എഴുതി തരും, ഉറപ്പായിട്ടും എഴുതി തരും. പക്ഷെ സിനിമയിൽ അതിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. സിനിമയിൽ പഴയ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സാഹിത്യം ഇതിൽ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ടായിരിക്കാം. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞത്. പണ്ട് അങ്ങനെയല്ല, വളഞ്ഞ വഴി കൂടെ പറയും. അതെ അതെ അതെ, ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്കിടെ കേട്ടതാണ് ഐ മിസ് യു എന്ന് നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയും.
പക്ഷെ അതിന് വളരെ കാവ്യാത്മകമായ ഒരു ലൈൻ തന്നെ എഴുതി വെച്ചത് ONV സാറാണെന്ന് പറയും. ഏത് പാട്ടായിരുന്നു അത്? ആലോചിച്ച് നോക്ക്. അരികിൽ അരികിൽ നീ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നിനച്ചു പോയി. അത് ഐ മിസ് യു. അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്താണെങ്കിൽ ഐ മിസ് യു ചേർത്തേനെ. അത്ര മതി. പക്ഷെ അത് വളരെ കാവ്യാത്മകമായി ONV കുറുപ്പ് സാർ എഴുതിയ സമയത്ത് ഇങ്ങനെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രം വെറുതെ ഞാൻ നിലച്ചു പോയി എന്ന് പറയുന്ന ആ ഒരു ഭംഗി പക്ഷെ ഐ മിസ് യുവിന് കിട്ടുമോ? അത് കിട്ടില്ല, അതെന്തായാലും കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള സിനിമകളുടെ ഒരു മാറ്റമാണല്ലോ. എല്ലാം ഡയലോഗ്സ് പോലും വളരെ സിമ്പിളാണ്. പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നമ്മൾ നസീർ സാറും ഷീലാമ്മയും കൂടി അവരുടെ കോൺവെർസേഷൻസ് ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചിരി വരില്ലേ? കോമഡി കേൾക്കുന്ന പോലെയല്ലേ തോന്നാറ്. അന്നത് അത് വേണം. സിനിമ എന്ന് പറയുന്നത് മൊത്തത്തിൽ അഭിനയമാണ്. ഇപ്പം അത്രയും അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും നാച്ചുറൽ നാച്ചുറലായിട്ട് എല്ലാവരും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് സിനിമയിൽ കാണുന്നത്. അപ്പോൾ പാട്ടുകളിലും അത് അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്. തീർച്ചയായിട്ടും അതെ.